जिंदाबाद, इंकलाब जिंदाबाद. आरे अട്ടിമറിക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. ആശമാരുടെ വീര സമരം, ഇതാണ് ഞങ്ങളുടെ പ്രതികാരം, ഇതാണ് ഞങ്ങളുടെ പ്രതികാരം. ഇതിന് സമാധാനം പറയണം, സമരം ചെയ്യും. ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ആശമാരെ കടമയിടാൻ സമാധാനം കണ്ണുകളില്ലേ സർക്കാരെ. അത് ഞങ്ങളുടെ സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ഇതിന് മറുപടി പറയണം. ഇതിനെല്ലാം 3 പേര് ഇതിന് മറുപടി പറയണം. ഇതിന് 3 പേര് സമരം 50-ാം ദിവസം, സമരം 232 ദിവസം, 232 ദിവസം. ഇനി സർക്കാർ കണ്ണു തുറക്കണം. ഇല്ല, ഞങ്ങളെ തരയില്ല, ഇല്ല, ഞങ്ങൾ തളരില്ല. അധികാരികളുടെ മുട്ടിന് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല. ഇല്ല, ഞങ്ങൾ തരയില്ല, ഇല്ല, ഞങ്ങൾ തരയില്ല. മുടി മുറിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എവിടുത്തെ ആശാപ്രവർത്തകരാണ്? വലിയ വൈകാരിക രംഗങ്ങൾക്കാണ് നമ്മൾ ാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. മുടി മുറിച്ചു മാത്രമല്ല, തല മുണ്ടനം ചെയ്തുകൊണ്ടും ആശാപ്രവർത്തകർ രംഗത്ത് വരികയാണ്. തിരുവല്ലം സ്വദേശിയാണ് ഇത്തരമൊരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും അവരുടെ പ്രതികരണം അടക്കം നമുക്ക് പ്രതീക്ഷിക്കാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരം 50-ാം ദിവസം ശക്തമായി പുരോഗമിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ ഇരിക്കുന്നു. തലമുടി മുറിച്ചുകൊണ്ട് സമര നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നു. പിന്നാലെ പ്രവർത്തകരടക്കം തലമുണ്ടനം ചെയ്തുകൊണ്ട് ആശാപ്രവർത്തകരും രംഗത്ത് വരുന്നു. ഇതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധ കാഴ്ചകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്തുകൊണ്ട് നടക്കുന്നത്. മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് സമരത്തിന്റെ 50-ാം ദിവസം നടക്കുന്നത്. 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞു നിരാഹാര സമരം. അങ്ങനെ ശക്തമായ സമരപരിപാടികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. ആശാപ്രവർത്തകർ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നു, ആ വേതനം വർദ്ധിപ്പിച്ചു നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഇതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം ഈ വിഷയത്തിൽ സർക്കാരും ഒരു ചർച്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. ആദ്യ വലപട്ടം ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുതീർപ്പ് ഫോർമുലകൾ ഒന്നും തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നതുമില്ല. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ട് കഴിഞ്ഞതാണ് എന്നതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ ഇവർ സമരം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ BJP നേതാക്കളായെങ്കിലും കേന്ദ്രമന്ത്രിമാരുമൊക്കെ സമരപ്പന്തലിലെത്തി ചില ഉറപ്പുകൾ കൈമാറിയിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. വി അരുൺ ഉണ്ട് അവിടെ. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? മുടി മുറിക്കുന്നു, തല മുണ്ടനം ചെയ്യുന്നു, വലിയ പ്രതിഷേധം, വൈകാരിക രംഗങ്ങളാണോ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും കൂടുതൽ സ്ത്രീകൾ തല മുണ്ടനം ചെയ്തും പ്രതിഷേധിക്കുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്ത്രീകൾ ഒന്നടങ്കം സമരപ്പന്തലുള്ള നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തല മുറിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. തിരുവല്ലം സ്വദേശി പത്മജയാണ് തല മുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചത്. അത്തരത്തിൽ
ശക്തമായ സമരം വലിയ പ്രതിഷേധം ഉയരുകയാണ് സമരപ്പന്തലിൽ. ഒരു മടിയുമില്ല. സ്ത്രീകൾ വളരെ തങ്ങൾക്ക് വളരെ ആഗ്രഹത്തോടു കൂടി വളർത്തുന്ന മുടിയാണ്, സംരക്ഷിക്കുന്ന തലമുടിയാണ്. അതാണ് മുൻതരം ചെയ്യാൻ അവർ തയ്യാറായത്, അതാണ് മുറിക്കാൻ അവർ തയ്യാറായത്. അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കം പോലെ ജീവിത സമരമാണ് അവരുടേത്. അവർക്ക് മറ്റു വഴികളില്ല. ഇതിന് രാഷ്ട്രീയവും രാഷ്ട്രീയമല്ലാത്ത കാരണങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ സമരത്തിൽ അവർക്ക് ഉന്നയിക്കാൻ ഒരുപാട് ന്യായമായ ആവശ്യങ്ങളുണ്ട്, ന്യായമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സമരത്തിൽ പിന്മാറണമെങ്കിൽ വിജയം ഉണ്ടാകണം. അതാണ് ആശമാരുടെ നിലപാട്. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഈ മുറിക്കലിലേക്ക് മാറുകയാണ്. ഇവരുടെ പ്രതികരണങ്ങളിലും നമുക്ക് തേടേണ്ടതുണ്ട്. എന്തുകൊണ്ട് പത്മജികുമാരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ മുടി മുറിക്കാൻ തയ്യാറായി എന്നതിന് അവർ തന്നെ പറയട്ടെ. കണ്ണ് തുറന്നേ പറ്റൂ. ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ ചങ്കർത്താണ്, ഞങ്ങൾ കഴുത്തർത്താണ്. ആവശ്യമുണ്ട്. ഈ മൂന്നുപേരുടെയും നമ്മളെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിരിക്കണം. ഇത് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇത് ഞങ്ങൾ ഈ പാവപ്പെട്ട ഈ ആശമാര് 32 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശമാര് പറയുന്ന വാക്കാണ്. ഞങ്ങൾ ഇന്ന് ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ റോഡോ ഉപരോധോ വേറെ ഒന്നുമല്ല, സ്വന്തം ജീവന നശിപ്പിക്കും, സ്വന്തം ജീവൻ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഇതിനപ്പുറം എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം? 32 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കുടുംബം നോക്കാൻ പറ്റുമോ?